നമസ്കാരം. ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ കാണുന്ന ഈ ഒരു റീഡിംഗ് കാണുന്ന എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു പുതുവർഷത്തില് സമ്പത്തും സമൃദ്ധിയും ആരോഗ്യവും എല്ലാം നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ അനുഗ്രഹത്തോടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്റെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ വിളിച്ചിട്ട് പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതുപോലെ ഞാൻ ഒരു കാര്യം പേഴ്സണൽ റീഡിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഒരു കാര്യം പറയാനുണ്ട്. അതായത് നിങ്ങൾക്ക് 2 ദിവസം മുൻപ് ഒരു കുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് ഒരു എന്താ പറയാ വളരെ ബുദ്ധിമുട്ടിലൂടെ അല്ലെങ്കിൽ സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടി എന്നോട് പറഞ്ഞു അവർക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ കയ്യിൽ ഇപ്പോ ഫീസ് തരാനില്ല, അതായത് റീഡിംഗ് എടുക്കുന്നതിനുള്ള എമൗണ്ട് എനിക്ക് തരാനില്ല എന്ന് പറഞ്ഞു. അപ്പോ അവർ കുറെ ആളുകളെ, അതായത് റീഡിംഗ് എടുക്കുന്ന മറ്റ് റീഡേഴ്സിനെ ഒക്കെ അവർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും ഫീസ് ഇല്ലാതെ റീഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെട്ടില്ല എന്നാണ് ആ കുട്ടി എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഞാൻ ആ കുട്ടിക്ക് എന്താണ് ഫീസ് തരാൻ വേണ്ടിയിട്ട് പറ്റുക, ആ ഒരു എമൗണ്ട് തന്നാൽ മതി, എന്റെ ഫീസ് തരണം എന്നില്ല എന്ന് പറഞ്ഞു. കാരണം ആ കുട്ടിയുടെ സിറ്റുവേഷൻ അത്രയും എന്താ പറയാ അത്രയും മോശമായിരുന്നു. ആ കുട്ടിക്ക് ഒരു റീഡിംഗ് അത്യാവശ്യമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ആ കുട്ടിക്ക് റീഡിംഗ് എടുത്ത് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ട്, അതുപോലെ നിങ്ങൾക്ക് ഒരു റീഡിംഗ് അത്രയും അത്യാവശ്യമാണ് ഈ ഒരു സിറ്റുവേഷനിൽ എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കടന്നു പോകുന്ന ആളുകളുണ്ട് എന്റെ വ്യൂവേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. ജെന്യുവിൻ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റീഡിംഗ് എടുത്ത് തരാം. പക്ഷെ ഫീസ് ഇല്ല എന്നല്ല, നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് അത് തന്നാൽ മതി. കാരണം എന്റെ ഫീസ് പൊതുവെ എല്ലാവരും വാങ്ങുന്ന അത്രയും ഞാൻ വാങ്ങുന്നില്ല. വളരെ കുറഞ്ഞ ഫീസിലാണ് ഞാൻ റീഡിംഗ് എടുക്കുന്നത്. ഒരു ക്വസ്റ്റ്യന് ഇത്ര എമൗണ്ട് അങ്ങനെയൊന്നുമില്ല. ഫുൾ റീഡിംഗ് എടുക്കുന്നതിന് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതും നോർമലി എല്ലാവരും വാങ്ങുന്നതിനെക്കാട്ടി വളരെ തുച്ഛമായിട്ടുള്ള ഒരു ഫീസേ ഞാൻ വാങ്ങുന്നുള്ളൂ. കാരണം ഞാൻ എന്റെ ഈ ഒരു ടാരോട്ട് കാർഡ് റീഡിംഗ് ജേർണി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഹെൽപ്പ് ആവണം, അല്ലാതെ ഒരു ബിസിനസ് മൈൻഡിൽ ചെയ്യുന്ന കാര്യമല്ല ഇത്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. നിങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിടിച്ച് കയറി വരരുത്. കാരണം അത്രയും ജെന്യുവൻ ആയിട്ടുള്ളവർ മാത്രം വന്നാൽ മതി. അതായത് നിങ്ങളുടെ സിറ്റുവേഷൻ അത്രയും മോശമാണ്, നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ മാത്രം വരിക. അല്ലാതെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് റീഡിംഗ് കിട്ടില്ല. അതിന്റെ ഒരു കർമ്മ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടും വരും. അപ്പോ ഈ ഒരു കർമ്മ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീഡിംഗ് എടുക്കുമ്പോൾ എമൗണ്ട് വാങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരാളുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് റീഡിംഗ് എടുത്ത് കൊടുക്കാം. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ നോക്കുന്നത് ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സന്റെ മിക്കവാറും ആളുകൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആളുകളായിരിക്കും. അപ്പൊ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് സിറ്റുവേഷനിലെ പുറത്താണ്, എന്ത് തീരുമാനത്തിന്റെ പുറത്താണ് അവർ ഈ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോയത്, അവർക്ക് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എൻഡ് ചെയ്ത് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ യൂണിവേഴ്സിന്റെ ഒരു ഗൈഡൻസും കൂടിയായിട്ട് നോക്കാം നമുക്ക്. അപ്പോൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും പേഴ്സന്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂളായിട്ടിരുന്നിട്ട് ഈ റീഡിംഗ് കാണാം. ഓക്കെ, റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് 2 ഓഫ് കപ്സ് ആണ്. കണ്ടോ, ഈ ഒരു എനർജി കിട്ടുമ്പോ എന്താ പറയാ, നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ സന്തോഷമായിരിക്കും എന്ന് എനിക്കറിയാം. എനിക്കും ഈ ഒരു കാർഡ് വന്നപ്പോൾ വളരെ സന്തോഷമാണ് തോന്നിയിട്ടുള്ളത്. 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ എത്ര സ്നേഹം അവർക്ക് കൊടുത്തിട്ടുണ്ടോ അതേ അളവിൽ നിങ്ങൾ തിരിച്ച് സ്നേഹിക്കുന്നുണ്ട്. അവർക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രണയമാണ്. നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ആകുന്നത് വരെ അവര് നിങ്ങളോട് ചിലപ്പോ എന്താ പറയാ ഈ ഒരു ഇമോഷൻ, അതായത് നിങ്ങൾ എത്ര സ്നേഹം കൊടുത്തിട്ടുണ്ടോ അത്രയും സ്നേഹം നിങ്ങൾക്ക് അവർ തിരിച്ചു തന്നിട്ടുണ്ടായിരിക്കും.
അപ്പോൾ ആ ഒരു അത്ര ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉള്ളത് കൊണ്ടാണ് അവർ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾ കൊടുക്കുന്ന അതേ അളവിൽ അവർക്ക് നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഏത് സിറ്റുവേഷനിലാണെങ്കിലും അവർ നിങ്ങളെ അത്രയും സ്നേഹിക്കുന്നു എന്നാണ് നമുക്ക് ഈ ഒരു കാർഡിൽ കാണുന്നത്. അതുപോലെ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിട്ട് എന്തെങ്കിലും ചേഞ്ചസ്, നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കാം. കാരണം ഒരു സോൾമേറ്റ് കാർഡാണിത്. അപ്പോൾ ഒരു സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിൽ, സോൾമേറ്റ് നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു സോൾമേറ്റ് കണക്ഷൻ കൊണ്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് സെൽഫ് ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു സെൽഫ് ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പേഴ്സൺ വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത കാർഡ് നോക്കാം. നൈറ്റ് ഓഫ് സോഴ്സ് ആണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ അവര് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കുതിരപ്പുറത്ത് ഒരു വാള് ഏന്തിയിട്ട് ഒരു പേഴ്സൺ പോകുന്നതായിട്ടാണ്. അവര് ഈ പേഴ്സൺ എന്താന്ന് വെച്ചാൽ അവര് ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്, ഒരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അവര് നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആഗ്രഹം അവരുടെ മനസ്സിലുണ്ട് എന്ന് മാത്രമല്ല, അവരതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. നമുക്ക് ഒരു കാർഡ് കൂടി നോക്കാം. 8 ഓഫ് പെന്റിക്കിൾസ് ആണ്. അതായത് അവർ ഈ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പില് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവർ ഈ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവര് ഈ ഒരു റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അവര് ഈ ഒരു റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോകണം, ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലാവണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. ത്രീ ഓഫ് വാൻസ് ആണ്. അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എന്ത് ചെയ്യണം, ഒരു തീരുമാനം, അവരൊരു ഡിസിഷൻ എടുത്തിട്ടുള്ളതായിട്ടാണ്. അവര് ഈ വാൻസ് എനർജി 3 ഓഫ് വാൻസില് അവരൊരു കാര്യം ഡിസിഷൻ എടുത്തിട്ടുണ്ട്, അവർ തീരുമാനം എടുത്തിട്ടുള്ളതാണ് കാണുന്നത്. അപ്പോ അതൊരു ചെറിയ തീരുമാനമായി അല്ല, അതൊരു സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനമാണ്. അതായത് ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനൊന്നും ഈ ഒരു ഡിസിഷനിൽ കാണുന്നില്ല. അവര് സ്ട്രോങ് ഡിസിഷൻ എടുത്തിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അവര് വളരെയധികം ആലോചിച്ചതിന് ശേഷമാണ് ഈ ഒരു ഡിസിഷൻ എടുത്തിട്ടുള്ളതെന്ന് കാണുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് സിറ്റുവേഷനിലുള്ള ആളുകളാണെങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ എടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. ഈ ഒരു തീരുമാനവുമായിട്ട് മുൻപോട്ട് പോവണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ ഒരു തീരുമാനത്തിൽ ഒരു ചേഞ്ചസ് ഉണ്ടാവാൻ സാധ്യതയില്ല. അതായത് നിങ്ങളിലേക്ക് വരണം എന്നുള്ള ഈ ഒരു തീരുമാനത്തിൽ ഒരു മാറ്റവും അവര്, അതായത് ഈ ഒരു തീരുമാനം മാറ്റാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവർ നിങ്ങളിലേക്ക് വരണം എന്നുള്ള ആ ഡിസിഷനിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഫോർ ഓഫ് പെന്റിക്കിൾസ് ആണ്. ഫോർ ഓഫ് പെന്റിക്കിൾസ് എന്ന് പറയുമ്പോൾ അവരുടെ ഇമോഷൻസ് ഒക്കെ എന്താ പറയാ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം, അല്ലെങ്കിൽ അവരേത് വികാരങ്ങളായിക്കോട്ടെ, അവരുടെ ഒരു സ്നേഹമായാലും ദേഷ്യമായാലും സങ്കടമായാലും ഒന്നും എക്സ്പ്രസ് ചെയ്യാത്തൊരു ആളായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ. അവർക്ക് എക്സ്പ്രസ് ചെയ്യണം, നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അതൊക്കെ ഈ ഒരു സിറ്റുവേഷനിൽ, ഇപ്പൊ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ഇമോഷൻസ് ഒക്കെ സപ്രസ് ചെയ്തിട്ട് നിൽക്കുകയാണ് അവര്. നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ആഗ്രഹവും നിങ്ങളോടുള്ള സ്നേഹവും ഒക്കെ അവര് അടക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളിലേക്ക് വരാനുള്ള ആഗ്രഹം, അതുപോലെ നിങ്ങളോടുള്ള സ്നേഹമൊക്കെ അവരുടെ മനസ്സിനകത്ത് വെച്ചിരിക്കുകയാണ്. അവര് എക്സ്പ്രസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ള കാണുന്നത്.
അവർക്ക് വിഷമമുണ്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്നതിലൊക്കെ അവർക്ക് വിഷമമുണ്ട്. പക്ഷെ ആ വിഷമവും സങ്കടവും നിങ്ങളോട് സ്നേഹവും ഒക്കെ അവര് എന്താ പറയാ മനസ്സിനുള്ളിൽ തന്നെ ഒതുക്കി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ദ ഹാങ്ഡ് മാൻ ആണ്. അതായത് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് അവരുടെ മനസ്സിന്റെ സ്റ്റക്നെസ് ആണ്. അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള റിലേഷൻ ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാത്ത, എനിക്ക് പറ്റില്ല എന്ന് അവരുടെ മനസ്സിൽ അവർക്ക് തോന്നുന്നതാണ്. അവർക്ക് സാധിക്കുക, അവർക്ക് ശ്രമിച്ച ഒരു പേഴ്സൺ, ഒരു മനുഷ്യനും അവർക്ക് ശ്രമിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിലേക്ക് വരണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ ഒതുക്കി പിടിച്ച്, അതായത് അവരുടെ മനസ്സിൽ അവർ വിചാരിക്കുകയാണ് എനിക്ക് സാധിക്കില്ല എന്നത്. പക്ഷെ അവർക്ക് പുറത്തേക്ക് വരാൻ സാധിക്കും, അവർക്ക് നിങ്ങളിലേക്ക് തിരികെ വരാനൊക്കെ സാധിക്കും. അതിനുള്ള ഒരു പവർ അവർക്ക് ഉണ്ട് താനും. പക്ഷെ അവര് ഒന്നും എനിക്ക് സാധിക്കില്ല എന്നുള്ളൊരു അവരുടെ മനസ്സിന്റെ ഒരു തോന്നല്, ആ ഒരു തോന്നലിൽ അവർ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ്. അതാണ് ഈ ഹാങ്ഡ് മാൻ കാർഡ് നമുക്ക് തരുന്നത്. അതിന്റെ മീനിങ് അങ്ങനെയാണ്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 10 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൺ ഇനി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അതായത് അവരുടെ ഡിസിഷൻ നമ്മൾ നേരത്തെ നോക്കിയ കാർഡ്സിലൊക്കെ അവര് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവര് ഈ തിരിച്ചു വരുന്നത് നിങ്ങൾക്കൊരു ഫാമിലി ലൈഫ്, നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. ഈ 10 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഫാമിലി ആയിട്ട്, കുട്ടികളായിട്ട് നിങ്ങൾ ഒരു ലൈഫ് നിങ്ങളുമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഇതുവരെ അവര് നിങ്ങളിൽ നിന്നും മാറി നിന്നതൊക്കെ അവർക്ക് അവരുടെ ഒരു ലൈഫിലുള്ള അവരുടെ സ്ട്രഗിൾസ്, അവരുടെ ഫാമിലിയിലുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അവരൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള പേഴ്സൺ ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്ക് ആയതുകൊണ്ടൊക്കെ ആയിരിക്കും അവര് നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടായിരിക്കുക. പക്ഷെ അവര് ഈ തിരിച്ചു വരുന്നത് നിങ്ങളെ മാരേജ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെന്റ്, നിങ്ങളുമായിട്ടൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ വരുന്നതെന്ന് കാണുന്നത്. നല്ലൊരു കാർഡാണ്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് വരുന്നത്, യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് നോക്കാം. പേജ് ഓഫ് സോഡ്സ് ആണ്. അതായത് നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു സ്ട്രോങ് ഡിസിഷന് യൂണിവേഴ്സിന്റെ സപ്പോർട്ട് ഉള്ളതായിട്ടാണ് കാണുന്നത്. അതായത് അവർക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള മൈൻഡ് പവർ അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് തിരിച്ചു വരാനും ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ലൊരു ഡിസിഷൻ എടുത്തിട്ട്, അതായത് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരിക എന്നുള്ള ഒരു ഡിസിഷൻ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ ഉണ്ടാകുന്നതിനുള്ള ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു മൈൻഡ് പവർ നിങ്ങളുടെ പേഴ്സണ് ഉണ്ടാകുമെന്നാണ് കാണിക്കുന്നത്. കിങ് ഓഫ് പെന്റിക്കിൾസ് ആണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരും. ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യും. അതായത് ഈ ഒരു കാർഡിലൊരു കിങ് ആണ്, അതായത് ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അവരെടുക്കുന്ന തീരുമാനങ്ങൾ ഇതുവരെ അവർ ചിലപ്പോൾ മെച്യൂരിറ്റി ഇല്ലാതെ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോവുക, കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരിക, ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിരിക്കും നിന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇനി അവര് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരണം, ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു തീരുമാനം, അതായത് കമ്മിറ്റ്മെന്റ് തരിക, അല്ലെങ്കിൽ നിങ്ങളെ എടുത്ത് സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഒരു തീരുമാനം എടുത്ത് നിങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഇനി അവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മെച്ചുവേർഡ് ആയ ഒരു പേഴ്സൺ ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നതായിട്ട് അവർ തിരിച്ചു വന്നാൽ നിങ്ങളോട് ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ ഒരു എന്താ പറയാ അവരെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഒരു എന്താ പറയാ കുറച്ചൊരു ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുക, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഒരു കാർഡും കൂടി എടുക്കാം.
2 ഓഫ് വാൺസ് ആണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ള കാണിക്കുന്നത്. മിസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളോട് അവർക്ക് സ്നേഹം ഉണ്ട് എന്നുള്ളതാണ്. ഒരാളെ നമ്മൾ മിസ് ചെയ്യുമ്പോൾ ആ ആളോട് നമുക്ക് സ്നേഹം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ ആളെ മിസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു മിസ്സിങ് എനർജി ഒന്നും വരില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഈ ഒരു കാർഡ് കാണിക്കുന്നത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ വരും എന്നുള്ളത് തന്നെയാണ്. അപ്പോ നിങ്ങൾ എത്ര അവരെ സ്നേഹിച്ചിട്ടുണ്ടോ, ഫസ്റ്റ് കാർഡ് നമുക്ക് വന്നിട്ടുള്ളത് തന്നെ 2 ഓഫ് കപ്സ് ആണ്. 2 ഓഫ് കപ്സ് വന്നാൽ തന്നെ നമ്മളുടെ ഒരു സ്ട്രോങ് എസ് കാർഡാണ് ഒരു റിലേഷൻഷിപ്പിൽ എന്ന് പറയുമ്പോൾ. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് യൂണിവേഴ്സ് ഈ ഒരു റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സിന്റെ എല്ലാ ബ്ലെസ്സിങ്സും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. എത്ര പേർക്ക് ഈ ഒരു റീഡിംഗ് റെസിനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. കാരണം നല്ലൊരു റീഡിംഗ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള റീഡിംഗ് ആണ്. അവർ ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ ആ സിറ്റുവേഷൻ എൻഡ് ചെയ്ത് നിങ്ങളിലേക്ക് വരും. അവരുടെ മനസ്സിനൊരു എന്താ പറയാ, ഒരു സ്റ്റെക്ക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. പക്ഷെ ആ ഫീലിംഗ് ആ ഒരു സ്റ്റെക്നെസ് മറികടന്ന് നിങ്ങളിലേക്ക് അവർ വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്